ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളന നഗരി സന്ദർശിക്കുവാൻ ആവിയിലെ നിവാസികൾ നടത്തുന്ന യാത്രാ പരിപാടിയുടെ പതാക കൈമാറൽ ചടങ്ങ് നടന്നു. മുൻ കൗൺസിലർ കെ ജാഫർ കാരട്ടെ അബ്ദുള്ളയ്ക്ക് കൈമാറി പതാക കൈമാറൽ ചടങ്ങ് നിർവഹിച്ചു. 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെ കുണിയയിൽ നടക്കുന്ന സമസ്ത 100ാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളന നഗർ സന്ദർശിക്കാൻ ആവിയിലെ നിവാസികൾ യാത്ര നടത്തി. പരിപാടിയുടെ പതാക കൈമാറൽ ചടങ്ങ് മുൻ കൗൺസിലർ കെ ജാഫർ കരാട്ടെ അബ്ദുള്ളയ്ക്ക് കൈമാറി നിർവഹിച്ചു. കൈമാറുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമായ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. കാരണം ഈ സമസ്തയുടെ പതാകയും അതുപോലെ തന്നെ അർദ്ധചന്ദ്ര താരാങ്കിര ഹരിത പതാകയും ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ആവിൽ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാനവറുകൾ ഒരുപാട് ആളുകൾ അനുഗ്രഹമുള്ള ഒരു സംഘടനയാണ്. ഈ മതേതര ഇന്ത്യയിൽ മതേതരത്വം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരുവിധ വെള്ളവും ചേർക്കാതെ വിശ്വാസ പ്രമാണങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് സമസ്ത ഈ 100 വർഷം പൂർത്തിയാക്കുന്നത് എന്നുള്ളത്. ഒരാളുടെ മുന്നിലും അടിവതറാതെ അടിയറ വെക്കാതെ വിശ്വാസ പ്രമാണങ്ങൾ അടിയറ വെക്കാതെ തന്നെ സമസ്ത മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മഹാനായ ഒരുപാട് ആളുകൾ സൂഫി വര്യന്മാർ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമായതുകൊണ്ടാണ്. LK ഷെരീഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നൂറാനിയ ജമാഅത്ത് ഖത്തീബ് മുഹമ്മദ് അസറുദ്ദീൻ ബാഗവി ഉദ്ഘാടനം നിർവഹിച്ചു. വേണ്ടിയുള്ളതായ അതിനനുസൃതമായ എല്ലാ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവരായ അഹ്ലുസുന്നത്തിനെ നെഞ്ചിലേറ്റുന്ന നമ്മുടെ ആവിയിൽ സഹോദരങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു തന്നു. അൽഹംദുലില്ലാ. ഈ പുറകിൽ കാണുന്ന ഈ ഫ്ലക്സ് പോലും അങ്ങനെയുള്ള ഒരു പ്രതീകമാണ്. അഹ്ലുസുന്നത്തിനെ നെഞ്ചിലേറ്റുകയും അതുപോലെ തന്നെ സമസ്തയെ 100% അംഗീകരിക്കുകയും ചെയ്യുന്ന നല്ലവരായ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് ഒത്തൊരുമിച്ചുകൊണ്ട് നമ്മുടെ ശതാബ്ദി നഗറിലേക്ക് ഒരു വാഹനയാത്ര സംഘടിപ്പിക്കുകയാണ്. കബീർ ഫൈസി ഏണിയാടി ഖത്തീബ് മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ഷംസുദ്ദീൻ ആവിയിൽ നൂറാനിയ ജമാഅത്ത് ട്രഷറർ ജമാൽ MV എന്നിവർ സംസാരിച്ചു. സിദ്ദിഖ് MV സ്വാഗതവും ഇബ്രാഹിം പള്ളിക്കര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.